അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസിൽ ഗഫാർ മുകവ്വിറുൽ ലൈലി അലൻ നഹാർ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ് മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وصحبه الطيبين الطاهرين. أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ, അല്ലാഹുവിലേക്ക് യാത്ര പോയ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും അല്ലാഹു അവൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും നൽകി അവരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിരവധി മാരകവും തീക്ഷ്ണവുമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കും നിസ്സാരമായ രോഗങ്ങളാൽ വലഞ്ഞവർക്കും വൈറൽ ഫീവർ മൂലം ശരീരം തളർത്തിക്കളഞ്ഞവർക്കും അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാം സാലിഹായ മനസ്സിലെ മോഹങ്ങൾ അള്ളാഹു നമുക്കെല്ലാം സഫലീകരിച്ചു തരുമാറാകട്ടെ. നമ്മെ തേടി വരുന്ന വളരെ ഭീകരമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാം പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ. ലോകത്ത് നമ്മൾ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യണമെങ്കിൽ അള്ളാഹു മുന്നോട്ട് വെച്ച ഒരു സന്ദേശമുണ്ട്. ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ യൻസുറുക്കും, അവൻ നിങ്ങളെയും സഹായിക്കും. നമ്മളെങ്ങനെ അള്ളാഹിനെ സഹായിക്കുക? ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ എങ്ങനെയാണ് അള്ളാഹിനെ സഹായിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കലാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ അപകടപ്പെടുത്താതെ, പിശാചിന് വിട്ടുകൊടുക്കാതെ, ദുർവ്യയം ചെയ്യാതെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി ജീവിക്കലാണ് അള്ളാഹുവിനെ സഹായിക്കൽ. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന് ദീനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ യൻസുറുക്കും, അവൻ നിങ്ങളെയും സഹായിക്കും. എൻ്റെ അർത്ഥം എന്താ? നിങ്ങളെപ്പോൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നുവോ അപ്പോൾ അള്ളാഹു നിങ്ങളുടെ നേരെ പരീക്ഷണം അയക്കും. ലോകത്ത് നടന്ന മുഴുവൻ പരീക്ഷണങ്ങളെയും നിങ്ങൾ വിലയിരുത്തി നോക്കി.
ലോകത്ത് എത്രയോ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഭൂമിക്കടിയിലേക്ക് അള്ളാഹു ആഴ്ത്തി കളഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ്? അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അകന്നപ്പോഴാണ്. അത് ഓരോ വ്യക്തികളെയും അങ്ങനെ തന്നെ, ഓരോ കുടുംബത്തെയും അങ്ങനെ തന്നെ. അള്ളാഹു നമ്മളെ സഹായിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹിൻ്റെ കൂടെ ഉണ്ടാവണം. അല്ലാതെ നമുക്കൊരു പ്രയാസം വരുമ്പോൾ മാത്രം അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കുക, പരമാവധി പിശാചിൽ നിന്ന് മാറി നിൽക്കുക, പരമാവധി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് ജീവിതത്തിന് സ്ഥാനം കൽപ്പിക്കുക. അങ്ങനെ ജീവിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കുമെന്ന് മാത്രമല്ല, തുടർന്ന് അള്ളാഹു പറയുന്നത് വയുസബ്ബിത്ത് അഖ്ദാമക്കും, നിങ്ങൾ അള്ളാഹു പരീക്ഷണങ്ങൾ നിങ്ങളുടെ നേരെ അയച്ചാൽ നിങ്ങളുടെ പാദങ്ങൾ ഒരിക്കലും വിറക്കൂല, പേടിച്ച് വിറക്കൂല. വയുസബ്ബിത്ത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും. പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരിഞ്ഞു മുറുക്കുമ്പോഴും നിങ്ങൾ തളരൂല. അള്ളാഹുവിൻ്റെ നിങ്ങളുടെ പാദം അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. അതാണ് അള്ളാഹു പറയുന്നത്. അപ്പം അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. എന്തെന്ത് പരീക്ഷണം വന്നാലും പതറുകയില്ല. കാരണം അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും. എന്താ കാരണം? അള്ളാഹു നമ്മൾ അള്ളാഹിൻ്റെ കൂടെയുള്ളത്. നമ്മളുടെ ഇഷ്ടത്തെ അല്ല. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിൻ്റെ കോടതിയെ ഭയപ്പെട്ട് ജീവിച്ചു. വ നഹൻ നഫ്സ് അനിൽ ഹവ, മനസ്സിൻ്റെ ചീത്തയായ മോഹങ്ങളെ നിയന്ത്രിച്ചു. അത്തരം ആളുകൾക്കുള്ളതാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്വർഗവും ഒക്കെ കേട്ടോ. അള്ളാഹു പറയുന്നു ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ ഇരുലോകത്തും വിജയിച്ചിട്ടുണ്ട്. വിശ്വാസികൾ ദുനിയാവിലെങ്ങനെ വിജയിക്കുക? അള്ളാഹിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടാവും, അവിടെ അവർ വിജയിക്കും. പരലോകത്തോ സ്വർഗം കൊണ്ടാണ് വിജയിക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതാണല്ലോ പറയുന്നത് ഖദ് അഫ്ലഹ. അഫ്ലഹ എന്ന് പറഞ്ഞാൽ ഫലാഹ് എന്ന വാക്കിൻ്റെ വെർബാണ്, പാസ്റ്റ് ടെൻസാണ്. ഫലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? വിജയം. അഫ്ലഹ എന്ന വിജയിച്ചു. ഖദ് അഫ്ലഹ, ആ ഭാഷ ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും ഖദ് എന്നത് പാർട്ടിക്കിൾസാണ്, അഫ്ലഹ എന്നുള്ള ഒരു ഫീല് മാലിയാണ്, അൽ മുഅ്മിനൂൻ എന്നുള്ളത് ഇസ്മാണ്. അതിൽ ആ ജുംലയിൽ, ആ വാചകത്തിൽ, ഖുർആന്റെ ആ വാചകത്തിൽ ഭാഷയുടെ 3 വിഭാഗവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയാൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു 2 ലോകത്തും. ആരായി സത്യവിശ്വാസികൾ? അള്ളാഹു തുടർന്ന് സൂറത്ത് അൻഫാലിൽ ആരാണ് വിശ്വാസികൾ വിജയിച്ചവർ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് നോക്കാം. അതാണ് ഞാൻ മുഖവുരയിൽ ഓതി വെച്ച സൂറത്ത് അൻഫാലിലായിട്ട്. അള്ളാഹ് പറയുന്നു ഇന്നമൽ മുഅ്മിനൂൻ, വിശ്വാസികൾ ഇവർ മാത്രമാണ്. ആര് മാത്രം? അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത്ത് ഖുലൂബുഹും, മനസ്സുകൾ ഭക്തി വരും അള്ളാഹ് എന്ന പേര് പറയപ്പെടുമ്പോൾ. അള്ളാഹിനെ ഓർമ്മിക്കുമ്പോൾ തന്നെ അതാര് അവനെ ഓർമ്മിച്ചാലും അവനെ വേറൊരാൾ ഓർമ്മിപ്പിച്ചാലും അവൻ്റെ കൽബിലേക്ക് ഭക്തി വരും. വജിലത്ത് ഖുലൂബുഹും, മനസ്സിലേക്ക് ഭക്തി കയറി വരും. അവരെ വിശ്വാസികളാവും. അപ്പോൾ നമ്മളുടെ കാര്യം എന്തായി? തീരുമാനമായി അല്ലേ? നമ്മൾ എത്രയോ പ്രാവശ്യം ബാങ്ക് കൊടുത്തു. ഇവിടെ ഇപ്പം എത്രയോ പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഭക്തിയും നമ്മളെ കൽബിലേക്ക് വന്നില്ല. ഉണ്ടോ? ഒരു ഭക്തിയും വന്നില്ല. ഇന്നമൽ മുഅ്മിനൂൻ, ഈ ഇന്നമ എന്ന വാക്ക് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നതിനെ അറിയോ? കസറിന്റെ മായന ഫായിദ ചെയ്യാനാ. എന്നാൽ അത് മാത്രമാണ്, അവർ മാത്രമാണ്, വേറെ ആരും അതിൽ പെടൂല. ആരാണ്? ഒന്നാമത്തെ അടയാളം അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തിയാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ മനസ്സുകൾ ഭക്തി നിറയും, ഭക്തി സാന്ദ്രമാകും മനസ്സ്. അല്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നിസ്കരിക്കാൻ കൈയ്യെട്ടുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഒന്നും കയറുന്നില്ല. ഉണ്ടോ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ വിശ്വാസികളല്ല. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ വിജയിച്ചിട്ടുമില്ല. അപ്പം ഇവിടുന്ന് ഇങ്ങനെ മരിച്ചു പോകുന്ന ആൾക്കാരൊക്കെ വിജയിച്ചവരല്ല. പടച്ചോനെ ഈമാനോടുകൂടി മരിപ്പിക്കണേ, ഈമാനോട് ജീവിപ്പിക്കണേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ കുറിച്ച് ബോധം ആരെങ്കിലും ഓർമ്മപ്പെടുത്തിയാൽ മതി, അപ്പോഴേക്കും മനസ്സിൽ ഭക്തി വരും. പക്ഷെ നമുക്കുള്ള ഭക്തി പോവുക അല്ലേ? അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടി കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ഭക്തിയോടുകൂടി നിസ്കരിക്കണം, അള്ളാഹിനോട് അടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കൈകെട്ടിയിട്ടുണ്ടാകുക. സഹാബത്ത് പറയാറുണ്ട്, 20 വർഷത്തോളം ഞാൻ ഭക്തിയിലേക്ക് എത്താൻ അധ്വാനിച്ചു.
അത്യാബ ക്ഷീണിച്ചു പോയിനാണ് 20 കൊല്ലത്തോളം. പിറ്റത്തെ 20 വർഷം എത്തിയപ്പോഴാണ് ആനന്ദം വരാൻ തുടങ്ങിയത്, തമത്തു ഉണ്ടായത്. ഈ നിസ്കാരത്തിന്റെ ആനന്ദം കിട്ടിയത് പിറ്റത്തെ 20 വർഷത്തിലാണ്. ആർക്ക്? സഹാബത്തിന്. ആദ്യത്തെ 20 വർഷം ആ അള്ളാഹുവിന്റെ ആ ഖുർറത്തൈന്, കണ്ണിന് കുളിർമ നമസ്കാരത്തിലൂടെ ലഭ്യമാകാൻ അധ്വാനിക്കുകയായിരുന്നു. കിട്ടുന്നില്ല. ആർക്ക്? സഹാബത്തിന്. എന്നിട്ടോ അടുത്ത 20 വർഷത്തുമ്പോഴേക്കാണ് പിന്നെ ആനന്ദം വരാൻ തുടങ്ങി നിസ്കരിക്കാൻ. അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ജുഇലത്ത് ഐനി ഖുറത്തു ഐനി ഫി സലാത്ത്, എന്റെ കണ്ണിന് കുളിർമ ലഭിക്കുക നിസ്കരിക്കാൻ കൈയെട്ടിയാലാണ്. നമുക്ക് നിസ്കരിക്കാൻ കൈയെട്ടിയാലാണ് ദുനിയാവിൽ ഇല്ലാത്ത കാര്യങ്ങളും കൂടി, അതുവരെ ഓർക്കാത്ത കാര്യങ്ങൾ ഓർമ്മാകുക. അല്ലേ? ഒരു സമാധാനം നിസ്കാരം കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുമില്ല. ഉണ്ടോ? ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു യാത്ര പോകുമ്പോൾ വഴിയിൽ വെച്ച് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അന്ന അഹാക്ക ഖദ് മാത്ത്, നിങ്ങളുടെ സഹോദരൻ വഫാത്തായിട്ടുണ്ട്, മരിച്ചിട്ടുള്ള വിവരം അറിയിച്ചു. യാത്രയിലാണ്. അപ്പം അദ്ദേഹം ആ ശബ്ദം കേട്ടപ്പോൾ, തൻ്റെ അനുജൻ മരിച്ചിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞപ്പോൾ കൽബിൽ താങ്ങാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അദ്ദേഹം ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി ഒരു മരത്തണലിലേക്ക് നിന്നു. എന്നിട്ട് അദ്ദേഹം നിസ്കരിച്ചു റക്അത്ത്. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന സഹാബത്ത് ചോദിച്ചു, നിങ്ങളുടെ അനുജന്റെ മരണവാർത്ത കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ നിസ്കരിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, നമസ്കാരം മുഖേനയും ക്ഷമ മുഖേനയും അല്ലാഹുവിനോട് സഹായം തേടാൻ. അതുകൊണ്ട് ആ സഹായം അപ്പം തേടിയത്. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, ആ ക്ഷമയും സമാധാനവും നമസ്കാരത്തിൽ കിട്ടണമെങ്കിലോ, വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന കൽബുകൾക്കല്ലാതെ ഒരിക്കലും നമസ്കാരത്തിലൂടെ ആ ഭക്തി ലഭ്യമാവുകയില്ല. നമ്മളൊക്കെ ഒരുപാട് കാലമായി നിസ്കരിക്കുന്നു, ഒരുപാട് ഹജ്ജുകൾ നിർവഹിച്ചു, ഒരുപാട് ഉംറ നിർവഹിച്ചു, ഒരുപാട് നോമ്പനുഷ്ഠിച്ചു, ഒരുപാട് സക്കാത്ത് കൊടുത്തു, ഒരുപാട് സദക്ക കൊടുത്തു. ഇന്ന് വരെ അള്ളാനെ ഭയപ്പെട്ടുള്ളൊരു ഹൃദയം സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ ചേട്ടും. അല്ലേ? എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താ അറിയോ? നമ്മൾ ചിന്തിക്കുന്നത്, ധിക്കാരിയായ മനുഷ്യൻ ചിന്തിക്കുന്ന അറിയോ, ഞാൻ എത്രയോ തെറ്റുകൾ രഹസ്യമായി ചെയ്തു, അള്ളാഹു ശിക്ഷിച്ചില്ല. ഞാൻ എത്രയോ തെറ്റുകൾ പരസ്യമായി ചെയ്തു, ലൗലാ യുഅദിബുനല്ലാഹ്, എന്തുകൊണ്ട് അള്ളാഹു ഇതൊക്കെ ചെയ്തിട്ടും ശിക്ഷിക്കുന്നില്ല? അതാണ് നിനക്കുള്ള ശിക്ഷ. ഈ ദുനിയാവിൽ നീ എത്ര നിസ്കരിച്ചിട്ടും, നീ എത്ര നോമ്പ് വെച്ചിട്ടും, നീ എത്ര സരക്കോട്ടിട്ടും, നീ എത്ര ധർമ്മപ്രവർത്തനങ്ങൾ ചെയ്തിട്ടും അന്റെ കൽബിലേക്ക് അള്ളാഹുവിനെ ഭയപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ നിനക്ക് വരുന്നില്ലേ എങ്കിൽ അത് നിനക്ക് അള്ളാഹു നൽകിയ ക്യാൻസറിനേക്കാൾ വലിയ മാരകമായ ശിക്ഷയാണ്. ആ ശിക്ഷ അനുഭവിക്കുന്നവരാ നമ്മളൊക്കെ. ഒരു മാറ്റവും ഇല്ലല്ലോ. ഉണ്ടോ? ജീവിതത്തിൽ ഒരു തിരുത്തുണ്ടാവുന്നില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം, ആരാണ് വിശ്വാസികൾ? വജിലത്ത് ഖുലൂബുഹും, അള്ളാഹുവിന്റെ പേര് പറയപ്പെടുമ്പോൾ തന്നെ ഭക്തി വർദ്ധിക്കും. പിന്നെ വഇദാ തുലിയത്ത് അലൈഹിം ആയാതുഹു, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ അവരുടെ മുമ്പിൽ പാരായണം ചെയ്യപ്പെട്ടാൽ സാദത്തുഹും ഈമാനാ, അവരുടെ ഈമാൻ, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം വർദ്ധിക്കും. ഖുർആന്റെ ആയത്ത് കേൾക്കും. നമ്മൾ എത്രയോ ഖുർആന്റെ ആയത്ത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെ നമുക്ക് ഒരു ഈമാനും വർദ്ധിച്ചില്ല. അള്ളാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മളുടെ തഖ്വ വർദ്ധിച്ചില്ല. ഉണ്ടോ? വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നിരവധി കേൾക്കാറുണ്ട്. ഒരു ചെവിയിലൂടെ കേൾക്കുന്നു, മറുഭാഗത്തൂടെ വിട്ടുകളയുന്നു. അല്ലേ? അതല്ലാതെ ഖുർആന്റെ ആയത്തുകൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചില്ല. അതുകൊണ്ടാണ് അള്ളാഹു നിരന്തരമായി അടിക്കടി നമ്മുടെ നേരെ പരീക്ഷണവുമായി അള്ളാഹുവിൻ്റെ ഇരുതല മൂർച്ചയുള്ള വാളുകൾ നമ്മുടെ നേരെ റബ്ബ് ചുയറ്റുന്നത് അതുകൊണ്ടാണ്. എന്നാൽ വിശ്വാസികൾക്കും ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിനാ അവൻ്റെ ഈമാനോനവൻ ഉറച്ചിട്ടുണ്ടോ നോക്കാൻ കേട്ടോ, അത് വന്നുകൊടുക്കും. അതൊരിക്കലും അള്ളാഹു എടുത്തു കളിയില്ല. അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അള്ളാഹു പറയുന്നു, വൈദാ തുലിയത്ത് അലൈഹിം, ആരാണ് വിശ്വാസികൾ? ഒന്ന്, അള്ളാഹുവിന്റെ പേര് പറയപ്പെടുമ്പോൾ തന്നെ ഹൃദയത്തിലേക്ക് ഭക്തി വർദ്ധിക്കും. രണ്ടാമത്തെ അടയാളം,
വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പാരായണം ചെയ്ത് കേൾക്കുമ്പോൾ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും, അടിക്കടി കേട്ടോ. പിന്നെയോ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും പതറുകയില്ല, അള്ളാഹുൽ ഭരമേൽപ്പിക്കും. അതാണ് വഅലാ റബ്ബിഹിം യതവക്കലൂൻ. നാളെ എന്താവും പടച്ചോൻ എൻ്റെ അവസ്ഥ, എനിക്ക് ജോലിയില്ലല്ലോ, എനിക്ക് ശമ്പളമില്ലല്ലോ, എനിക്ക് രോഗമാണല്ലോ, എൻ്റെ കുടുംബം പടച്ചോനെ കഷ്ടപ്പെടുമല്ലോ, ആ ചിന്ത വിശ്വാസിക്ക് ഉണ്ടാവുകയില്ല. കാരണം ഞാനെല്ലാം അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചതാണ്. അതിന് റസൂൽ ഉപമിച്ച ഉപമ എന്താ അറിയോ? ഒരു പക്ഷി രാവിലെ പുറപ്പെടുന്നു. എങ്ങനെ? യഹ്ദു, ആ പക്ഷി പുറപ്പെടുന്ന എങ്ങനെ? രാവിലെ ഹിമാസൻ, ഒട്ടിയ വയറുമായിട്ടാണ്. ലോകത്ത് നമ്മളെപ്പോലെ തന്നെ സൃഷ്ടിക്കപ്പെട്ട അള്ളാന്റെ സൃഷ്ടിയാണ് ഒരു പക്ഷി. ആ പക്ഷികൾ രാവിലെ കൂടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകും ഒട്ടിയ വയറുമായി. എന്നിട്ടോ അവർ തിരിച്ചു വരില്ല. തെറൂഹു ബിത്താനൻ, വയറ് നിറച്ചാ വരിക. രാവിലെ പോകുമ്പോൾ പടച്ചോനെ എനിക്കെന്തെങ്കിലും കിട്ടുമോ കിട്ടൂല എന്നുള്ള ഭയം അവർക്കില്ല, അവർ പറന്നു പോവുകയാണ്. അതന്നെ അള്ളാഹു നമ്മളോട് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് പടച്ചോനെ മോളെ കെട്ടിക്കാനുണ്ട്, എന്താ ചെയ്യുക? ശമ്പളമാണെങ്കിൽ ഇപ്പം ഇല്ല, ജോലിയാണെങ്കിൽ പോയി, കച്ചവടമാണെങ്കിൽ ഇല്ല, ഫാക്ടറി ആണെങ്കിൽ പൊളിഞ്ഞു, 100,000 പ്രശ്നങ്ങൾ നമ്മളെ കൽബിലേക്ക് വരുന്നുണ്ട്. എന്താ കാരണം? നമുക്ക് ഈമാനില്ല. ഒന്ന് കച്ചവടം, ഒരു മാസം കച്ചവടം ഇല്ല ഞാൻ മതി, അപ്പോഴും കച്ചവടക്കാരൻ്റെ മുഖം മുഴുവൻ മാറി. ഓൻ മൂമിനല്ല. ഓനെന്താ പറയേണ്ടത്? അള്ളാഹു ഖൈറ് തന്ന് എന്നെ സന്തോഷിപ്പിച്ചു, അതും അള്ളാഹുവാണ്. ദുഃഖം തന്നപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? വല്ലാത്തൊരു വിധി അല്ലേ? ഇന്ന് വരെ നിങ്ങൾക്ക് ഒരുപാട് മുതലും കാറും വാറും സൗകര്യങ്ങളും ഉണ്ടായപ്പോൾ നിങ്ങൾ പറഞ്ഞിനോ പടച്ചോനെ എൻ്റെ ഒരു വിധി എന്തൊരു വല്ലാത്ത വിധിയാണ്, എന്നെ നീ എത്രമാത്രം സംരക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? കാലം വരെ പറഞ്ഞില്ല. നേരെ മറിച്ച് നിങ്ങളുടെ നേരെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം വന്നാലോ എന്തൊരു വിധിയാണ്. അള്ളാഹു ആണോ കാരുണ്യകൻ? റബ്ബാണോ കാരുണ്യകൻ? 100 കണക്കിന് ആളുകളെ ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞ റബ്ബാണോ കാരുണ്യകൻ? ആ 100 കണക്കിന് ആളുകൾക്ക് അവിടെ വീടും സൗകര്യങ്ങളും ഫ്ലാറ്റുകളും എല്ലാ സുഖസൗകര്യങ്ങളും നൽകിയപ്പോൾ നമ്മൾ പറഞ്ഞിനോ ഇത് റബ്ബിന്റെ വിധിയാണ്? നമ്മൾ കട്ടപ്പാട് മാത്രമേ റബ്ബിലേക്ക് വെക്കുകയുള്ളൂ. സന്തോഷങ്ങളും സുഖവും ആനന്ദവും ഒക്കെ നമ്മൾ നമ്മളുടെ അറിവും നമ്മളുടെ യോഗ്യതയും നമ്മളുടെ കഴിവും കൊണ്ട് നേടിയതെന്ന് പറയാം അല്ലേ? അവിടെയാണ് ഈമാൻ പേച്ചത്. പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് അള്ളാന്റെ വിധി, വല്ലാത്തൊരു വിധിയായിപ്പോയി. അങ്ങനെ പറയാറില്ലേ? ഒരു കുടുംബത്തിലെ എല്ലാ ആളുകളെയും നിർദാക്ഷിണ്യം അള്ളാഹു തീർത്തു കളഞ്ഞു. നേരെ മറിച്ച് ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും ജോലിയും പത്രാസും സൗകര്യങ്ങളും കാറും വീടും എസ്റ്റേറ്റും ഒക്കെ കൊടുത്തപ്പോഴോ ആരെയും പറഞ്ഞോ ഇത് അള്ളാന്റെ വിധിയാണ്? ഇല്ല. അതെന്താ പറഞ്ഞത്? അത് നിങ്ങളുടെ കഴിവാണ്. ഇങ്ങനെ പറഞ്ഞവൻ ആരാ അറിയോ? ഖുർആനിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ല, ഇങ്ങനെ ചിന്തിച്ച ഒരാൾ. അത് കാറൂനാണ്. വലിയ പണക്കാരനായിരുന്നു. അവൻ എപ്പോഴും മോടിയിലും ആർഭാടത്തോടും കൂടിയാണ് ഭൂമിയിലേക്ക് ഇറങ്ങുക. എന്നിട്ട് അവൻ പറഞ്ഞെന്താ അറിയോ? ഇതൊക്കെ എൻ്റെ ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയാന്ന്. അള്ളാഹു ആഴ്ത്തിക്കളഞ്ഞു ഭൂമിയിൽ അവന്റെ കൊട്ടാര സഹിതം അല്ലേ? ഇതൊക്കെ അള്ളാഹു ചെയ്യുന്നതിനറിയോ? നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഭൂമിയിലുള്ള നിങ്ങളുടെ നേട്ടങ്ങളിലും ദുഃഖങ്ങളിലും ഒന്നുമില്ല, ഒക്കെ റബ്ബാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം റബ്ബിൽ ഭാരമേൽപ്പിച്ച് ജീവിക്കുവാൻ കഴിഞ്ഞാൽ നമ്മൾ മുഅ്മിനീങ്ങളാണ്. എന്നാലോ തീർന്നില്ല. അല്ലദീന യുഖീമൂന സ്വലാത്ത്, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ്. തോന്നുമ്പോൾ നിസ്കരിക്കുന്നവരല്ല. വല്ലദീന യുഖീമൂന സ്വലാത്ത്, പിന്നെ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും. അപ്പൊ നിസ്കരിക്കണം, നോമ്പ് നിൽക്കണം, അള്ളാന്റെ പേര് കേൾക്കുമ്പോൾ കൽബിൽ തഖ്വ വർദ്ധിക്കണം, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കണം, അള്ളാഹു നമസ്കാരം കൃത്യമായി നിർവഹിക്കണം, അള്ളാഹു നൽകിയതിനും ചെലവഴിക്കണം. നിങ്ങൾ പുരേന്ന് കൊടുക്കുന്നതൊന്നും കൊടുക്കണ്ട കേട്ടോ. അള്ളാഹ് നിങ്ങൾ തന്നിട്ടുണ്ടോ? ഭൂമിയിൽ വന്നതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കിയതല്ലേ. അത് ആര് വിചാരിച്ചാലും ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ കഴിവുകൊണ്ടാണെന്ന്. ഇപ്പോൾ ഒരുപാട് പൈസയും ശമ്പളമൊക്കെ ഉള്ള ആൾക്കാരെ വിചാരം എന്താ അറിയോ? ഇതൊക്കെ എൻ്റെ കഴിവുകൊണ്ടും മികവ് കൊണ്ടാണ്. ഞാൻ ഒരുപാട് ടെസ്റ്റ് എഴുതി, അതിനെല്ലാം ശമ്പളം വർദ്ധിച്ചു. പടച്ചോൻ തന്ന അനുഗ്രഹങ്ങളാണ് ചിന്തിച്ചില്ല. ഇത് അള്ളാന്റെ വിധിയാണ്. പോലെ നബിലുവന്നക്കും ബിശ്ശർരി വൽ ഖൈർ, ഒരുപാട് നന്മകൾ വാരിക്കോരി പണം തന്നല്ല പരീക്ഷിക്കും, എല്ലാം എടുത്തുകളൊന്നും അല്ല പരീക്ഷിക്കും.
ഇത് രണ്ടും കിട്ടുമ്പോൾ ചിന്തിക്കുക, റബ്ബിന്റെ വിധിയാണ് രണ്ടും കേട്ടോ. അങ്ങനെ ചെയ്തുകൊണ്ട് അള്ളാഹിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുക. എന്നിട്ട് അല്ലാഹ് പറയാം, അങ്ങനെ ജീവിക്കുന്നവർക്ക് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ക, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഉണ്ടോ? തുടർന്ന് പറയാ, മുഅ്മിനീങ്ങൾ ആര് മാത്രമാണെന്ന് പറഞ്ഞിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹ് പറയാണ് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ക, ഇവരാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. ലഹും ദറജാത്തുൻ മിൻ റബ്ബിഹിം, അവർക്ക് പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വലിയ വലിയ മഹത്തരമായ പദവികളുണ്ട്. മഗ്ഫിറത്തുൻ, അവരുടെ ജീവിതത്തിൽ വന്നുപോകുന്ന ചെറിയ ചെറിയ കുറ്റങ്ങൾക്കും പാപങ്ങൾക്കും അല്ലാഹു പുറത്തും കൊടുക്കും. റിസ്ഖുൻ കരീം, സ്വർഗത്തിലെ ഉന്നതമായ വിഭവങ്ങളും അല്ലാഹു അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇനി മരിച്ചാൽ മതി. അപ്പൊ അതിനെന്തൊക്കെ വേണം? കൈമല് വിശ്വാസിയാവണം അല്ലെ? അവരാണ് വിജയിച്ചവർ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എന്താ കാരണം? അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിയൂൻ, അവർ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്ടോ. ഈ സമൂഹത്തിൽ ആദ്യം നഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ഭക്തിയാണ്. ബാക്കിയൊക്കെ ഉണ്ടാവും. നിസ്കാരം ഇവിടെ ഉണ്ടാവും, പള്ളി ഇവിടെ ഉണ്ടാവും, സക്കാത്ത് ഇവിടെ ഉണ്ടാവും, സദക്ക ഇവിടെ ഉണ്ടാവും. പക്ഷെ ആളുകളുടെ കൽബിൽ ഭക്തി ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ എന്നെ പരിശോധിക്കുക, നിങ്ങളെ പരിശോധിക്കുക. കൽബിൽ ഭക്തി ഉണ്ടോ? ഇല്ല. എന്തുണ്ടാക്കുന്നുണ്ട്? പള്ളികൾ നിറയെ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ? എന്നാലോ വഹിയ ഖറാബു മിനൽ ഹുദ, കൽബിൽ ആർക്കും ഹിദായത്തും ഇല്ല, ഭക്തിയില്ല, ഒന്നുമില്ല. ഉണ്ടോ? എല്ലാവർക്കും ആദ്യമായി റസൂൽ പറയാണ് അവ്വലു ഷൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ അൽ ഖുശൂ, ഈ സമൂഹത്തിൽ നിന്ന് ആദ്യമായി എടുത്തു കളയുന്നത് ഭക്തിയാണ്. മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ആദ്യം അല്ലാഹു ഊരിയെടുക്കുക ഭക്തിയാണ്. ഓൽക്കുണ്ടാവില്ല. അപ്പോഴാ പരീക്ഷണം വരിക. നിങ്ങൾ നിസ്കരിച്ചോണ്ട് കാര്യമില്ല, ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളികൾക്ക് പാഞ്ഞിട്ട് കാര്യമില്ല. കൽബിൽ ഭക്തി വന്നോ എങ്കിലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ വട്ടപൂജയാണ്. പിന്നെന്തുണ്ടാവും? ഒരു യോഗ ചെയ്തതിൻ്റെ പ്രതിഫലം ഉണ്ടാവും. നിസ്കരിച്ച് റുക്കൂവിൽ പോയി, സുജൂദ് പോയി, ഇത്തിദാലിൽ വന്നു, സുജൂദിൽ നിന്നു, തലച്ചോറിൽ നിന്ന് പലതും താഴത്തോട്ട് വന്നു, ഇടയിലിരുത്തിരുന്നു, മുട്ടുകാലൊക്കെ മടക്കി നീർന്നു. ഒരു യോഗയുടെ പ്രതിഫലം ഉണ്ടാവും. അല്ലാണ്ട് ഒരു കൂലിയും അല്ലാൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പൊ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിയൂൻ, ഭക്തിയോ പുരസ്സരം നിസ്കരിക്കണം. ഭക്തിയാണ് ആദ്യം എടുത്ത് കളയാം. ഭക്തി രണ്ട് തരമുണ്ട്. ഞമ്മക്കുള്ളൊരു തരം ഭക്തിയുണ്ട് ഇപ്പോഴുള്ള, അത് റസൂല പറഞ്ഞിട്ടുണ്ട്. അതെന്താ അറിയോ? അത് ഭക്തി ഇല്ലാണ്ടാവുമെന്ന് പറഞ്ഞിട്ട് റസൂല പറയാ ഹത്താ ലാ തറാ ഫിഹാ ഖാശിയൻ, ഒരൊറ്റ ഭക്തിയുള്ള ഒരാളെയും കാണാതെയാവും. ഭക്തി ഇല്ലാണ്ടാവുമെന്ന് പറഞ്ഞിട്ടേ ഭൂമിയിൽ നോക്കിയ ഒരൊറ്റ ഒന്നിനും ഭക്തി ഉണ്ടാവില്ല. എല്ലാവരും ഹജ്ജിന് പോയിട്ടുണ്ടാവും, ഉംറക്ക് പോയിട്ടുണ്ടാവും, സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവും, സരക്ക് കൊടുത്തിട്ടുണ്ടാവും, 5 വക്ത് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പോയി നിസ്കരിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ദുഃഖം തോന്നുന്നുണ്ടോ? അത് മാത്രമല്ല റസൂല പറയാം, ഒന്ന് അവ്വലു മാ തഫ്കിദൂന മിൻ ദീനിക്കും അൽ ഖുശൂ, നിങ്ങളുടെ ദീനിൽ നിന്ന് ആദ്യമായി നഷ്ടപ്പെടുന്നതും ഖുശൂആണ്. ബാക്കിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഏത്? നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജൊക്കെ ഉണ്ടാവും. നിങ്ങൾ എല്ലാ സൽക്കർമ്മം ചെയ്യുന്നുണ്ടാവും. നിങ്ങളെ മാതാപിതാക്കൾ നോക്കുന്നുണ്ടാവും, മക്കളെ മാതാപിതാക്കൾ നോക്കുന്നുണ്ടാവും, ഭാര്യയെ ബഹുമാന പുരസ്സരം സ്നേഹത്തോടെ നോക്കുന്നുണ്ടാവും, എല്ലാം നടക്കുന്നുണ്ടാവും. രക്തബന്ധങ്ങൾ ചേർക്കുന്നുണ്ടാവും. ആരുടെയും രക്തബന്ധം മുറിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇതിലൊന്നും എന്തുണ്ടാവില്ല? ഭക്തി ഉണ്ടാവില്ല. സങ്കടം തോന്നുന്നുണ്ടോ? ഉള്ളില് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പെങ്കിലും നിങ്ങളെ കൽബിൽ ഈമാനുണ്ട്. അതും തോന്നുന്നില്ലേ എങ്കിൽ നിങ്ങൾ നമുക്ക് വാക്ക് ചെവിക്ക് പുറമെ സങ്കടം വരില്ലേ? ഏതായിരുന്നാലും അള്ളാഹു പറയുന്നത് നമുക്ക് ഒന്നും കൂടി കേൾക്കാം. അള്ളാഹു പറയുന്നു വല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിയൂൻ, ഭക്തി ഉണ്ടാവണം. റസൂല പറയാണ് ലോകം അവസാനിക്കാൻ സമയത്ത് റബ്ബ മുസല്ലിൻ, എത്ര നിസ്കാരക്കാരാ വർദ്ധിക്കുക അറിയോ? ഉണ്ടോ? നിസ്കാരക്കാർ വർദ്ധിക്കും. നിങ്ങൾ വിചാരിക്കും നിസ്കാരക്കാർ വർദ്ധിക്കുമ്പോൾ പള്ളി ഇങ്ങനെ കൂടുതൽ ഉണ്ടാക്കുമ്പോഴും ആള് നന്നാവുകയാണ്. അല്ല. റുബ്ബ മുസല്ലിൻ ലാ ഖൈറ ഫീഹി, ഒരു ഖൈറും ഉണ്ടാവില്ല. ഖൈറുണ്ടാവേണ്ട കൽബിന്റെ അകത്താണ്. ഇതിന്റെ ഉള്ളു നന്നാവണം. അതുകൊണ്ടാണ് 2 തരം ഖുശൂ ഉണ്ടെന്ന് പറയാൻ കാരണം. ഒന്നെന്താ? മാ സുനിയ, ഒന്ന് കൃത്രിമമായി ഉണ്ടാക്കപ്പെട്ടത്. ഭക്തി കൃത്രിമമായി ഉണ്ടാക്കുക, അതെവിടെ വരുള്ളൂ? കൃത്രിമമായ ഭക്തി എവിടെ വരുള്ളൂ? ജസദിൽ, സ്വന്തം ശരീരത്തിൽ വരും അല്ലേ? ശരീരം പല കോലത്തിലും ആക്കും.
നിങ്ങൾ കണ്ടില്ലേ ചില പെണ്ണുങ്ങളൊക്കെ നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിക്കുന്നുണ്ടാകും, നമ്മൾ വിചാരിക്കും ഇത്രയും നല്ല തക്കുവെള്ള പെണ്ണ് വേറെ ഒന്നും ഉണ്ടാവില്ല. സലാം വീട്ടി വല്ല അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വല്ല കൽബിലേക്ക് ഈ നിസ്കാരം കൊണ്ട് ഒരു പ്രയോഗവും മനഫായത്തും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ? അതുപോലെ ചില ആണുങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കഴുത്തൊടിഞ്ഞാൽ നിൽക്കുക കയ്യെട്ടിയിട്ട് ഖുശൂ കിട്ടേ. ഒരിക്കലും ഉമറുല്ലാവനു പള്ളിയിലേക്ക് വന്നപ്പോണ്ട് ഒരാളിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, റക്കബത്തഹു അദ്ദേഹത്തിൻ്റെ കഴുത്ത് ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഉമറുല്ലാവൻ അദ്ദേഹത്തെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു അൽ ഖുശൂ ലൈസ ഫി റഖബ, കഴുത്തൊടിച്ചിട്ടാൽ ഖുശൂ ഉണ്ടാവില്ല. ഇന്നമൽ ഖുശൂ ഫിൽ ഖുലൂബ്, ഖുശൂ ഉണ്ടാവേണ്ടത് കൽബിലാണ് മോനെ, അതിന് ഈ കഴുത്തൊടിച്ചിട്ട് കാര്യമില്ല. വല്ലാത്ത വർത്താനല്ലേ. നമ്മളൊക്കെ വല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാക്കാൻ നമ്മളെന്താക്കല, ഒന്ന് കഴുത്തൊടിക്കും അല്ലേ? പിന്നെ ചിലവരോ ഭയങ്കര നുള്ളിപ്പെറുക്കല, അല്ലാഹുമ്മ അല്ലാഹുമ്മ, അതൊക്കെ മുസന്നാണ്, കൃത്യമായി ഉണ്ടാക്കിയതാണ്. അതൊന്നും എൻ്റെ കൽബിലുള്ളതല്ല. ഇനി ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈർ. അതില്ലാണ്ട് അപ്പം സാധാരണ ഉണ്ടല്ലോ, അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ കരഞ്ഞു പോവും, അത് ശരിയാ. പക്ഷെ അത് വെറുതെ മറ്റുള്ളവരെ അടുത്തുള്ളവനെ കേൾപ്പിക്കാൻ വേണ്ടിയാണെങ്കിലോ അത് മുസന്ന. മുസന്ന എന്ന് പറഞ്ഞാൽ കൃത്യമായി തക്കല്ലുഫ് കൃത്യമായി ഉണ്ടാക്കുക. ഖൗഫൊക്കെ ചിലവർ ഭയങ്കര തക്കവുണ്ടല്ലോ, നല്ല വലിയ താടി, ഫുൾ കൈ കുപ്പായം, തലയെക്കെട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടാവും, പക്ഷെ കൽബ് നന്നായി ഉണ്ടാവില്ല. അപ്പോൾ എവിടെയുള്ളൂ? അപ്പോൾ രണ്ടു തരം ഖുശൂ ഉണ്ട്. ഒന്നവിടെയാണ്, ഒന്ന് കൃത്യമായി ജസദിൽ, മറ്റൊന്നോ ഒറിജിനൽ. അതാണ് അൽ ഖുശൂൽ ഹഖീഖി, ഒറിജിനൽ ഹഖീഖിയായ. അതോടെ ഉണ്ടാവുക ഫിൽ കൽബ്, ഹൃദയത്തിൽ. അവിടെ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. അവിടെ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ അള്ളാഹുവിനോട് നിരന്തരമായ ബന്ധം പുലർത്തണം, അപ്പോഴേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഖുശൂവിനെ പറ്റി ഒന്ന് പഠിച്ചതാ മതി അല്ലേ? അതുകൊണ്ട് തന്നെ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് പറഞ്ഞു, ഇയ്യാക്കും വൽ ഖുശൂ അൻ നിഫാഖ്, കാപ്പട്യമുള്ള ഭക്തി നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, അത് നിങ്ങളുടെ പരലോക യാത്ര നഷ്ടപ്പെടുത്തും. വാക്കുകളുടെ കനാലോചിക്കണേ. എന്താ പറഞ്ഞത്? നിഫാഖുള്ള കാപ്പട്യമുള്ള ഖുശൂ ഒഴിവാക്കണം, യാത്രക്ക് ബുദ്ധിമുട്ടും. എന്നിട്ട് പറയാം. അപ്പോൾ സഹാബ് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരോട് ഇത് പറഞ്ഞപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, ഒമൽ ഖുശൂ നിഫാഖ്, എന്താണ് കാപ്പട്യമുള്ള ഖുശൂ ഭക്തി? മറുപടി പറഞ്ഞു, അൻ തറൽ ജസദ് ഖാശിയൻ, ശരീരം മുഴുവൻ ഭക്തി കാണും. താടി ഉണ്ടാവും, ശരീരത്തിലെ നല്ല നീളമുള്ള താടി ഉണ്ടാവും. ഇപ്പം നിങ്ങൾ എന്നാണ്ടില്ലേ, കുറച്ച് വലിയ താടി വെച്ചാൽ നമുക്ക് നല്ല തക്കമുള്ള ആളാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ ചെറുപ്പക്കാർ എത്രണ്ണാ താടി വെച്ച്, ചിലവരിങ്ങനെ താടി ഭയങ്കര നീളത്തിലാണ് വെച്ച്. അതൊന്നും അള്ളാന്റെ പ്രവാചകന് പഠിപ്പിച്ച സുന്നത്തോ ഖുശൂ ഒന്നും അതിലില്ല. പിന്നെ ഓല് വളരെ ഭക്തരാണ് കാഴ്ചയിൽ, അതാണ് പറഞ്ഞത് നിഫാക്ക്. ഇതിപ്പം നമുക്കൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൻ തറൽ ജസദ് ഖാശിയൻ, ശരീരം മുഴുവൻ ഖുശൂ ഉണ്ടാവും. വൽ ഖൽബു ലൈസ ഖാശിയൻ, ഖൽബിന്റെ അകത്ത് ഒരു ഖുശൂ ഉണ്ടാവില്ല. അതാണ് നിഫാക്ക്, ഖുശൂ നിഫാഖ്. സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ കൽബിൽ ഈമാൻ നിറഞ്ഞു നൽകാൻ അള്ളാഹു തന്നെ തൗഫീഖ് ചെയ്യുന്ന നല്ല വിശ്വാസികളിൽ ജീവിച്ച് ഈമാനോടുകൂടി അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത്, ഊസിക്കും ഇബാദല്ലാഹ് വസാനിയൻ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള വിശ്വാസികളെ, ആരാണ് മുഅ്മിനുകൾ എന്നാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. ഒന്ന്, അവർ അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കൽബിൽ ഭക്തി വളരും. രണ്ടാമത്തത്, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കും. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കും. നാലാമത്തെ കാര്യം, അവർ നമസ്കാരം കൃത്യമായി നിർവഹിക്കും. ഒമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, ചെലവഴിക്കും അള്ളാഹ് കൊടുത്തതിൽ നിന്നും. എന്നിട്ട് റസൂൽ പറയാണ് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചപ്പോൾ, ഈ ഭൂലോകത്ത് ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മലക്കുകൾ ഇറങ്ങുന്നുണ്ട്.
പഠിച്ചിട്ടുണ്ടെങ്കിൽ മലക്കുകളെ ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്താ ഇറങ്ങിയിട്ട് റസൂൽ പറയാം, മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാൻ. ഇങ്ങനെ ജീവിക്കുന്ന ദാസന്മാരിലേക്ക് എല്ലാ ദിവസവും എല്ലാ പ്രഭാതത്തിലും 2 മലക്കുകൾ ഇറങ്ങും. എല്ലാ പ്രഭാതത്തിലും ഇത്തരം ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തിയുടെ നേരെ. എന്നിട്ടോ ആ മലക്കുകൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്താ പറയുന്നത് പ്രാർത്ഥന? അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ പാവങ്ങളെ സഹായിക്കുന്നവർക്ക്, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവർക്ക്, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ദുർവ്യയം ചെയ്യാതെ സ്വന്തം കാര്യങ്ങളും കുടുംബത്തിന്റെ കാര്യങ്ങളും ബന്ധുക്കളുടെ കാര്യങ്ങളും സുഹൃത്തുക്കളുടെ കാര്യങ്ങളും സഹോദരന്മാരുടെ കാര്യങ്ങളും ഒക്കെ നോക്കി അവർക്കൊക്കെ വേണ്ടി ചെലവഴിക്കുന്ന ഈ ദാസന് പടച്ചോനെ പകരം നൽകണേ. 1,00,000 അവൻ കൊടുത്താൽ 10,00,000 പകരം നൽകണേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. ഇപ്പം നമ്മളിവിടെ ഒരുപാട് ആളുകൾ, ഒരുപാട് പ്രയാസപ്പെട്ട ആളുകൾക്ക് കോടിക്കണക്കിന് ഉറുപ്പ്യ അല്ലേ ചെലവഴിച്ചില്ലേ? അതിൻ്റെയൊക്കെ ഉള്ളിൽ ഞാനതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. ഒരുപാട് ആളുകൾ 50 വീട് 60 വീട് ഇതൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൊടുക്കുന്നതിൽ അള്ളാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ കിട്ടുമോ എന്നുള്ളതാണ് നമ്മളെ ചർച്ച. ഈ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുമോ? സ്വാഭാവികമായും പണം സാധാരണ വല്ലാണ്ട് നിറഞ്ഞാൽ എന്താ കാട്ടിൻ്റെ എന്ന് ആലോചിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഓരോ വല്ലാത്തൊരു ഓഫലത്തിലാണ് ജീവിക്കുക. ഓർക്ക് പണം ചെലവഴിക്കുന്ന ഒരു മടിയുണ്ടാവില്ല. വേണ്ടാത്തതിനും വേണ്ടിയതിനും ഒക്കെ അങ്ങനെ വാരിക്കോരി എറിയുക അല്ലേ? ഓല് ഓഫലത്തിലാണ്. ഓലും അള്ളിയിട്ടൊന്നൊരു ബന്ധം ഉണ്ടാവില്ല. ഓൽക്ക് അള്ളാനെ പേടിയുണ്ടാവില്ല. ഓൽക്ക് ഇസ്ലാമിനോട് താല്പര്യം ഉണ്ടാവില്ല. ഓൽക്ക് ഓല സുഖം മാത്രമാണ്. ഞാനും എൻ്റെ കെട്ടിയോളെന്ന് അറിയില്ല ആ കോലത്തിലോട് ജീവിക്കുക, വേറെ ഉണ്ടാവില്ല. ബാക്കിയൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്ക് എറിഞ്ഞു കൊടുക്കുന്ന പൈസകൾ അതൊക്കെ അങ്ങനല്ല വേണ്ടത്. നമ്മൾ 1,00,000 ഉറുപ്പ്യ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ മലക്കുകൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ നിന്റെ കോടതിയിലും ഈ ദുനിയാവിലും പകരം അവർക്ക് നൽകണേ. എന്നാലോ രണ്ടാമത്തെ മലക്ക്, ഒന്നാമത്തെ മലക്ക് പ്രാർത്ഥിച്ചു, രണ്ടാമത്തെ മലക്കോ യഖൂലുൽ ആഖർ, മറ്റേ മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅ്തി മുംസിക്കൻ തലഫ. പടച്ചോനെ, പിശുക്ക് കാണിച്ച് ഒന്നും കൊടുക്കാതെ ആരെയും സഹായിക്കാതെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ജീവിച്ച ആളുകൾക്ക് ഓരോ ചെലവഴിക്കലും പടച്ചോനെ നാശത്തിൽ കലാശിക്കണേ. മലക്കുകളുടെ പ്രാർത്ഥനയാണ്. നമ്മൾ 100 റുപ്യ ബാക്കി നിൽക്കുക, ആ 100 റുപ്യക്ക് ഒരു കൂലിയില്ല എന്ന് മാത്രമല്ല അതിന്റെ ശിക്ഷയും വരും. ഇങ്ങനെ നിങ്ങൾ അനുഗ്രഹീതമായ മാർഗത്തിൽ നിങ്ങളെ ഭാര്യയ്ക്ക് ചെലവാക്കിയാലും മാതാപിതാക്കൾക്ക് ചെലവാക്കിയാലും മക്കൾക്ക് ചെലവാക്കിയാലും ഒക്കെ കൂലി ഉണ്ടാവും. പക്ഷെ എല്ലാം ദുർവ്യാണെങ്കിലോ എല്ലാം ശിക്ഷിക്കപ്പെടും. ഒരു വിശ്വാസിന്റെ ജീവിതം എത്രമാത്രം പവിത്രമാവണല്ലേ, ചിന്തിച്ചാൽ ഒരു പിടുത്തവും ഉണ്ടാവില്ല. അത്രമാത്രം പരിശുദ്ധമാവണം നമ്മളെ ജീവിതം, എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഭക്തിപൂർവമല്ല നമസ്കരിക്കരുത്, അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയാത്ത വിധമുള്ള നമസ്കാരം നടത്തരുത് കേട്ടോ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്തിയില്ലാതെ നിസ്കരിക്കുന്ന കുറേ കാലം നിസ്കരിച്ച സഹാബത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു ഭക്തി ഉണ്ടായില്ല. അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ എന്ന ഒരു ഭക്തി ഉണ്ടായില്ല. അതെന്താണ് അതിൻ്റെ അടയാളം എന്ന് വെച്ചു സഹാബത്ത്. ഭക്തി ഇല്ല എന്നുള്ളതിന് നിങ്ങൾക്കും എനിക്ക് അറിയണ്ടേ എന്തുകൊണ്ടാണ് ഭക്തി ഇല്ല, എവിടെയാണ് ഭക്തി പോയത്? അതിൻ്റെ നബി പറയാണ്, അൻ യഖൂമർ റജുലു യുസല്ലി, ഓരോ മനുഷ്യൻ നിസ്കരിക്കും, പക്ഷേ ലി യുസയ്യിന സലാത്തഹു ലി നിദ്ലി റജുൽ, വേറൊരു മനുഷ്യൻ കാണാൻ വേണ്ടി മാത്രം അലങ്കാരമാക്കി നിസ്കരിക്കും. അതാണ് ഭക്തി ഇല്ലാന്നുള്ളതിന് അടയാളം. വേറെ ആൾ കാണുകയാണെങ്കിൽ നല്ല സീനത്താക്കും അല്ലേ? എന്താ ഹൗഫ് അറിയോ? കുറെ നേരം സുജൂദ് കിടക്കും, ആരും പള്ളിക്കില്ലല്ലോ. അത് റസൂലുള്ള പറഞ്ഞു, കോഴി കൊത്തുന്ന മാതിരി. കോഴിക്ക് നിങ്ങൾ എന്ത് ഇട്ടുകൊടുത്താൽ എങ്ങനെയാ കോഴി കൊത്തുക? ഒരു കൊത്തുത്തുമ്പേ തല പൊന്തിച്ചാളൂ അല്ലേ? അതുപോലെയാണ് ചിലവര് ഈറ്റിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോണതേ അറിയുള്ളൂ. സുജൂദിൽ ഇടയിലിരുത്തത്തിലേക്ക് വരുന്നൊക്കെ അങ്ങോട്ട് പോവുക അങ്ങോട്ട് വരിക. കോഴി കൊത്തുന്നത് പോലെ നിസ്കരിക്കും, ഒരു ഭക്തി ഉണ്ടാവില്ല. ഇനി അഥവാ ഭക്തി ഉണ്ടാക്കുന്നതോ അത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അവരെ ഇതാ ഖാമു ഇല സലാത്ത്, അത്തരം മുനാഫിക്കീങ്ങളുടെ നിസ്കാരം ഒരു നിസ്കരിച്ചോല. ഇതാ ഖാമു ഇല സലാത്ത്, അവർ നമസ്കരിക്കാൻ നിന്നാൽ ഖൗഫും ഖുശൂഉം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഖാമു കുസാല,
ഭയങ്കര മടിയന്മാരാ. ഇതൊന്ന് വേഗം തീർന്നിട്ടിയാൽ മതി എന്ന, ഈ നിസ്കാരം ഒന്ന് വേഗം കഴിഞ്ഞിട്ടിയാൽ മതി, ഇവൻ്റെ ഈ ഖുതുബ ഒന്ന് തീർന്നിട്ടിയാൽ മതി, നമുക്ക് വേറെ എന്തെല്ലാം പണിയുണ്ട്. എല്ലാവരുടെ കൽബിലേക്കും വരിക അതാണ്. നേരെ മറിച്ച് നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചെയ്ത്താന് കുന്തിരിക്കാൻ പോയി ചെയ്യാം. വേണ്ടില്ല അങ്ങനത്തെ ചെറുപ്പക്കാരെ നല്ല നല്ല കാര്യം പറഞ്ഞു തപ്പണിച്ചു പോയിക്കോളും. അത് കേട്ടിരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഇപ്പം ഇതന്നെ കേട്ടിരിക്കുന്ന വെള്ളിയാഴ്ച ജുമാക്ക് വന്നതുകൊണ്ട് നിർബന്ധമാണല്ലോ, ജുമാ വാജിബായതുകൊണ്ട് കൊടുക്കണ്ട. പക്ഷെ ഈ പള്ളിയിൽ വരുന്നവരെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടോ, ഈ പള്ളിയിൽ വരുന്നവർ നേരത്തെ ബോധപൂർവം വരികയാണ്. പഠിക്കണം, ജീവിതത്തിൽ പാർത്തണം. നല്ല ആഗ്രഹമുണ്ട്. റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ പറ്റി പറഞ്ഞ മാതിരി ആദ്യത്തെ 20 കൊല്ലം ഭയങ്കര ത്യാഗവും പ്രയാസമായിരിക്കും പകർത്താൻ. പിന്നത്തെ 20 കൊല്ലം ഉണ്ടല്ലോ, അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷമാണ്. ആ ഖുത്ബ കേൾക്കാൻ, ആ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ, ആ ഹജ്ജിന് പോകാൻ, ആ ഉംറക്ക് പോകാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഒരു ആനന്ദം ഉണ്ടാവും, മറ്റൊരാനന്ദം ഉണ്ടാവില്ല. നിസ്കരിച്ചാലും ഇല്ല ആനന്ദം, ഹജ്ജിന് കിട്ടിയാലും വെറുതെ അങ്ങനെ പറയും. ഹജ്ജിന് കിട്ടിയാലൊക്കെ നമുക്ക് കൊല്ലം ഹജ്ജിന് കിട്ടിക്കുന്നത് ആർക്കാണ് കേട്ടോ, നമുക്ക് പണി ഇതാർക്കണ പണി നമ്മക്കാ, മൂപ്പർക്കില്ല. ഹജ്ജിന് കിട്ടിയിരുന്നു നടന്ന് പറയുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മോളെ കല്യാണം നിശ്ചയിച്ചാൽ മതി, അലാക്കിൻ്റെ ദ്വയാണ്. കാണുന്നവരോട് പോയി മോളെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട് ദ്വാരക്കണം. നിങ്ങൾ ദീനനുസരിച്ച് ജീവിക്കും. ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ നിൽക്കാൻ തയ്യാറുണ്ടോ, അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങളെ നേരെ ശക്തമായ പരീക്ഷണം വാരി വിതറൂല കേട്ടോ, സൂക്ഷിക്കുക. റഹ്മാനായ റബ്ബിനെ സഹായിച്ച് ജീവിക്കുന്ന, അതുവഴി അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന, അതുവഴി അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന അന്തിമയാത്ര സ്വർഗത്തിലേക്ക് നയിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അർഹമുറാഹിമായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫഅലുകൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. ഒരുപാട് രോഗങ്ങളിൽ കഴിയുന്ന, ഈ വൈറസ് മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, ക്ഷീണം കൊണ്ട് എഴുന്നേൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. പടച്ചോൻ്റെ തൗഫീഖോടുകൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ മിമ്പർമ കയറിക്കുന്നത്. എൻ്റെ ഒരു തീരുമാനമാണ്, ഖുവ്വത്തുൽ അസീമ എന്ന് പറയും ഇതിന്, ദൃഢമായ തീരുമാനം. ഞാൻ പുറപ്പെടാൻ അള്ളാൻ്റെ മാർഗത്തിൽ നിൽക്കുന്നില്ല. കിടക്കാൻ തന്നെയായിരുന്നു രാവിലെ മുതലേ, ഭയങ്കര കിടന്നാലും ബോധിയില്ല, അത്രമാത്രം ക്ഷീണമുണ്ട്. എന്നാലും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വല്ലാത്തൊരു ഉന്മേഷം കിട്ടിയത്. നിങ്ങളൊക്കെ കണ്ട് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് അള്ളാഹ് തരുന്നൊരു ആരോഗ്യം ഉണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിലൂടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ അന്തിമയാത്ര ഏറ്റവും വിശുദ്ധമായ സ്വർഗത്തിലേക്കുള്ള യാത്രയായി അള്ളാഹു പറ്റി അവസാനിപ്പിക്കുമാറാകട്ടെ. വിട പറഞ്ഞു പോയ എല്ലാവർക്കും അള്ളാഹു പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അക്രമികളായ ആളുകളുടെ സ്വഭാവത്തിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ നിയമങ്ങൾക്ക് ജീവിതത്തിന് സമർപ്പിക്കാൻ അള്ളാഹു അതിനുള്ള ഹൃദയവിശാലത നമുക്കെല്ലാം അള്ളാഹു നൽകുമാറാകട്ടെ. മരിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞു പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب إلينا إنك أنت التواب الرحيم. اللهم لا تجعلنا مع القوم الظالمين، اللهم لا تجعلنا مع القوم الظالمين والحقنا مع الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.